1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂണോളം കുരുമുളക്, 4 വറ്റൽമുളക്, 4-5 അല്ലി വെളുത്തുള്ളി നടുകീറിയത് ഇട്ട് കൊടുക്കാം. പാകത്തിന് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സബോള എടുത്തിട്ട് ഉണ്ട്. 2 ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി അരയ്ക്കാം. നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം കടുകും ഉലുവയും കറിവേപ്പിലയും വറുത്തെടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ അരച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നെല്ലിക്കത്തിൻ്റെ വലിപ്പത്തിലുള്ള വാളംപുളിയുടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മീഡിയം സിമ്മിലിട്ടിട്ടൊന്ന് മീനും ഒക്കെ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം. ഈ സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ശകലം നമുക്ക് എണ്ണ പാകി കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല കുരുമുളക് അരച്ച മുളക് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.